മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എല്ലാവരും സഗൗരവം കേട്ടിരുന്നാണ്, താങ്കളും കേട്ടിരുന്നിരിക്കും, സ്വാഭാവികമാണ്. അത് വലിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാളിതുവരെ മൗനം തുടരുന്നു എന്നൊക്കെ ഉള്ള ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രി താൻ ഇതിനൊന്നും ഭയക്കുന്നില്ല, വ്യക്തമായ നിലപാട് പറയാൻ താൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയും അത് വിസ്തരിക്കാനൊക്കെ തയ്യാറാകുകയും ചെയ്യുന്നത്. ADGPക്കെതിരെ മുഖ്യമന്ത്രി കാര്യമായി ADGPക്കെതിരെ അന്വേഷണം നടത്താം എന്ന നിലപാട് തന്നെയാണ് പറയുന്നത്. പക്ഷേ P. ശശിക്കെതിരെ ഒരു അന്വേഷണവും വേണ്ടതില്ല. അത് പാർട്ടി നിയമിച്ച് തൻ്റെ ഓഫീസിലിരിക്കുന്ന ഒരു നേതാവാണ്. ഒരു കാരണവശാലും ഒരു അന്വേഷണത്തിനും സാധ്യതയില്ല. അദ്ദേഹം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് വലിയ ആശയക്കുഴപ്പത്തിന് പാർട്ടിക്കുള്ളിൽ വഴിവെക്കും എന്നാണോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി കണക്കാക്കുന്നത്? അല്ല മനു, ഞാൻ കണക്കാക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും ഇന്ന് CPM പാർട്ടി ഔദ്യോഗികമായിട്ട് വക്താക്കളെ വിടുന്നതും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കണം. ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി ഈ റെജി ലൂക്കോസിനെ പോലെയുള്ള ആൾക്കാരെയാണ് ഇവർ ചർച്ചയ്ക്ക് വിടുന്നത് AKG സെൻറ്ററിൽ നിന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം 1 മണിക്കൂർ 40 മിനിറ്റ് വളരെ സുദീർഘമായി എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടുകൂടി ഒരു തവണ പോലും ദേഷ്യപ്പെടാതെ വളരെ സംയമനത്തോടെ കരുതിക്കൂട്ടി അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പറയുകയാണ് ചെയ്തത്. അൻവറിനെ തള്ളുകയാണ് ചെയ്തത്. P. ശശി മാതൃകാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. P. ശശിക്ക് മാത്രമല്ല MR അജിത് കുമാറിനെയും ഒരു കാരണവശാലും വെറുതെ അങ്ങ് തള്ളിക്കളയാനോ വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്താനോ കഴിയില്ല. DGPയുടെ അന്വേഷണം വരുന്നത് വരെ CPI-ക്കാരൊക്കെ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല, ഒരു കുലുക്കവുമില്ല. CPI-ക്കാരല്ല, ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഈ 2ാം ടേം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും, മുഖ്യമന്ത്രി തീരുമാനിക്കും എപ്പോൾ അജിത് കുമാറിനെതിരെ നടപടി വേണോ വേണ്ടയോ. അത് വിജിലൻസ് അന്വേഷണം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ആണ് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെയല്ല തുടക്കത്തിൽ നമ്മൾ കരുതിയത്. എന്തായാലും വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത് പോലും ഇവിടെ ADGP ലോ ആൻഡ് ഓർഡറിൽ ഒരു ഉദ്യോഗസ്ഥന് ഇരിക്കാൻ പറ്റുന്ന അഭൂതപൂർവമായ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ EMSന്റെ സർക്കാരിന്റെ കാലം മുതൽ സംഭവിക്കാത്ത വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടതുപക്ഷ MLA തന്നെ വലിയ ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ഇന്നത്തെ അൻവറിന്റെ പത്രസമ്മേളനം 1 മണിക്കൂർ മുൻപ് നടന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്ന ആളാണ് P. ശശി എന്ന്. ഇത് ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞതുപോലെ അൻവർ ഘടകമല്ല CPM-ൽ ഉണ്ടായത്. ഇത് കൗരവകുലത്തിൽ തന്നെ അല്ലെങ്കിൽ CPM-ന്റെ കണ്ണൂർ നേതൃത്വത്തിൽ തന്നെയുള്ള വിഭാഗീയതയുടെ പ്രതിഫലനം P. ശശിക്കെതിരെ P. ജയരാജനും സംഘവും നടത്തുന്ന തേരോട്ടത്തിന്റെ തുടക്കം. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനം, ഇനി ലോക്കൽ സമ്മേളനങ്ങൾ ബാക്കിയുണ്ട്, ഏരിയ സമ്മേളനങ്ങൾ വരാനുണ്ട്, അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങൾ വരാനുണ്ട്, വെട്ടിത്തിരുത്തലുകൾ കാണാൻ പോകുന്നു. അടുത്ത ഫെബ്രുവരിയോടുകൂടി അല്ലെങ്കിൽ അടുത്ത ഏപ്രിലോടുകൂടി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ, ഇത് എവിടെ നിന്നാണ്, അൻവറിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നും അദ്ദേഹം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുവെന്നും ഇന്ന് CPM-ന്റെ വക്താക്കളെയെല്ലാം വിടുന്നത് വഴി ഗോവിന്ദൻ മാഷ് ഓസ്ട്രേലിയയിൽ കുടുംബസമേതം ടൂർ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമ്മൾ വളരെ ഇതെല്ലാം കൂട്ടി വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, സമ്മേളനങ്ങളിൽ ഈ അൻവർ വിഷയം വലിയ തോതിൽ അദ്ദേഹം പറഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ലല്ലോ. ഇവിടെ 33% മാത്രം വോട്ട് നേടി ലോക്സഭാ ഇലക്ഷനിൽ വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങിയ ഇടതുപക്ഷ മുന്നണിക്ക് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം വിമർശനം ഏൽക്കാതിരുന്നില്ലല്ലോ. ഇവിടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഇതായിട്ട് വിമർശനങ്ങൾ വന്നു ചില പത്രങ്ങളിൽ. അപ്പൊ ഞാനിവിടെ എറണാകുളത്ത്
ചില ജില്ലാ ഇവിടെ കമ്മിറ്റി അംഗങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ചില നേതാക്കൾ ചോദിച്ചത് ഒരു കാര്യം ഞാൻ മനുവിനോട് പറയാം. അതായത് എന്നോട് ചോദിച്ചത് എന്റെ പേരുണ്ടോ, ഈ പത്രത്തിൽ എന്റെ പേരുണ്ടോ എന്നാണ് എന്നോട് ഒരു നേതാവ് ചോദിച്ചത്. അപ്പൊ അത്രമാത്രം കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് മുഖ്യധാര പത്രങ്ങളിൽ പോലും ഈ വിമർശനങ്ങളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തൊടുത്തുവിട്ട വിമർശനങ്ങളായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ചർച്ചകളിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് മാത്രം ഈ ശശിക്കെതിരെയോ അൻവറിനെതിരെയോ അല്ലെങ്കിൽ ശശി ഇപ്പോ അൻവർ തൊടുത്തുവിട്ട ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? പാർട്ടിയിൽ ഇനിയിപ്പോൾ ഒരു പർജ് നടക്കാൻ പോവുകയാണ്. അതിൽ ഏത് വിഭാഗം, പിണറായി വിജയന്റെ ഔദ്യോഗിക വിഭാഗം വിജയിക്കുമോ അതോ ഇനിയിപ്പോൾ മറുവിഭാഗം, ഒരു മറുചേരി ഉണ്ടായിരിക്കുകയാണ് പാർട്ടിയിൽ. അത് കണ്ണൂർ തന്നെയുള്ള നേതാക്കൾ, കോഴിക്കോട് നിന്നുള്ള നേതാക്കളൊക്കെയാണ് അതിന്റെ ഒരു വശത്ത് നിൽക്കുന്നത്. തിരുവിതാംകൂറിൽ നിൽക്കുന്ന നേതാക്കൾ അതിന്റെ പുറകിൽ പിന്തുണയുമായിട്ടുണ്ട്. അവർ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ സന്ദർഭം വരുമ്പോൾ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കും, തലമുറ മാറ്റം നടക്കും എന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ വി.